പേർഷ്യൻ റോമൻ എപ്പിസ്കോപ്പൽ സഭകൾ ആദിമ കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പെന്തക്കോസ്ത് സഭയെ അട്ടിമറിച്ച് ഒതുക്കിയിട്ട് അതിനെ ഇന്നത്തെ കത്തോലിക്കാ ഓർത്തഡോക്സ് യാക്കോബായ സഭകളാക്കി രൂപാന്തരപ്പെടുത്തിയതിന്റെ ചരിത്രം പരിശോധിക്കപ്പെടേണ്ടതാണ്. പേർഷ്യൻ സഭാ കൊളോണിയലിസം പട്ടത്വഭ്രാന്തിന്റെ പ്രത്യയശാസ്ത്രമുപയോഗിച്ച് ഇന്ത്യൻ സഭാനേതാവിനെ ആർച്ച് ഡീക്കനായി തരംതാഴ്ത്തി ഒതുക്കി എന്നത് ഒരു ചരിത്രസത്യമാണ്. അത് ലോകചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ആത്മീയവും ദൈവശാസ്ത്രപരവുമായ അട്ടിമറിയാണ്. അപ്പോസ്തലിക പാരമ്പര്യവും കൈവപ്പും അഭിഷേകവും പട്ടത്വവും തങ്ങൾക്കില്ല ചിന്ത കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളിൽ അടിച്ചേൽപ്പിച്ച് അവരെ മയക്കിയൊതുക്കിയാണ് അവർ അത് സാധിച്ചെടുത്തത്. അങ്ങനെ റോമസഭയുടെ മോഡലിലുള്ള രാജകീയ മെത്രാന്റെ വേഷഭൂഷാദികളും സിംഹാസനവും ഇല്ലാതിരുന്ന കേരള മെത്രാനെ അവർ ആർച്ച് ഡീക്കനായി തരം താഴ്ത്തി. അതിനായി അവർ പല കെട്ടുകഥകളും കള്ളപ്രവചനങ്ങളും ഉപയോഗിച്ചു. കേരളത്തിൽ അപ്പോസ്തോലിക പാരമ്പര്യം നഷ്ടപ്പെട്ടുവെന്ന് ഊറാഹായിലെ മെത്രാന് സ്വപ്നമുണ്ടായെന്നുള്ള കെട്ടുകഥകളും കള്ളദർശനങ്ങളും നുണകളും തന്നെയാണ് ഇന്നത്തെ പല സഭകളുടെയും അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ അടിസ്ഥാനങ്ങൾ. അതുകൊണ്ടാണ് ഇന്നും അവരുടെ പിൻഗാമികൾ ദൈവവചനവിരുദ്ധമായ പാരമ്പര്യങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കുന്നതും വചനപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്ന പെന്തക്കോസ്തുകാരെ എതിർക്കുന്നതും. പുരാതനമായ ഭാരത പെന്തക്കോസ്ത് സഭയെ പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി വന്ന കച്ചവടക്കാരും അവരുടെ സഭക്കാരും ചേർന്ന് അടിച്ചമർത്തി എപ്പിസ്കോപ്പൽ രൂപത്തിലാക്കി റോമൻ കത്തോലിക്കാ മതത്തിനു കൈമാറിയതിന്റെ ഭീകര ചരിത്രം നാം മനസ്സിലാക്കേണ്ടതാണ്. പേർഷ്യൻ സഭാ കൊളോണിയലിസം വഴിയായി ഇന്ത്യൻ സഭയുടെ അത്യുന്നത നേതാവിനെ ആർച്ച് ഡീക്കനായി തരം താഴ്ത്തി. അത് ദൈവശാസ്ത്രപരമായ വലിയ ഒരു അട്ടിമറിയായിരുന്നു. പെന്തക്കോസ്റ്റ് നാളിലെ അഭിഷേകത്തിന്റെ ശക്തിയിൽ ഇന്ത്യയിലെത്തി സത്യസഭ സ്ഥാപിച്ച തോമസ് അപ്പോസ്തോലനാൽ അഭിഷിക്തനായ ഇന്ത്യൻ സഭാനേതാവിനെ അഥവാ ഇന്ത്യൻ പോപ്പിനെ ആർച്ച് ഡീക്കനെന്ന് വിളിച്ചു തരം താഴ്ത്തി കൊച്ചാക്കി ഇന്ത്യയിലെ സത്യസഭയെ കീഴടക്കിയ ആത്മീയ കൊളോണിയലിസത്തിന്റെ ചരിത്രമാണ് ഇന്നത്തെ ഇന്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ ചരിത്രം. ജാതിക്കു കർത്തവ്യൻ എന്ന് കേരള സമൂഹം വിളിക്കുന്ന കേരള സഭയിലെ മെത്രാനായിരുന്ന നിഷ്കളങ്കനായ ഇന്ത്യൻ പോപ്പിനെ പട്ടത്വഭ്രാന്തിന്റെ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് അന്ത്യോക്യൻ റോമൻ വൈദേശിക ശക്തികൾ ആർച്ച് ഡീക്കണെന്ന് വിളിച്ച് തരം താഴ്ത്തി കൊച്ചാക്കിയ ഈ ആത്മീയ കൊളോണിയലിസത്തിന്റെ ചരിത്രം ചുരുക്കമായി നമുക്ക് പരിശോധിക്കാം. പോർച്ചുഗീസുകാരുടെ വരവിനു മുമ്പ് കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സമൂഹ നേതാവായിരുന്ന ജാതിക്കു കർത്തവ്യനെ വിവരിക്കുന്നതിന് പോർച്ചുഗീസുകാർ ഉപയോഗിച്ചുവന്ന പേരാണ് ആർച്ച് ഡീക്കൻ എന്നത്. പോർച്ചുഗീസുകാർ മാത്രമല്ല, പേർഷ്യക്കാരും ഈ സ്ഥാനിയെ ആർച്ച് ഡീക്കൻ എന്നാണ് വിവരിച്ചു പോന്നത്. ഒരു നസ്രാണി ഹിന്ദു പേർഷ്യ പോർച്ചുഗീസ് റോമൻ കലർപ്പ് കേരള സഭയിൽ പ്രകടമായിരുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സമൂഹ നേതാവിനെ പേർഷ്യൻ സഭാഭരണശ്രേണിയിലെ താഴെപ്പടിയായ ആർച്ച് ഡീക്കനായി തരം താഴ്ത്തുവാനുണ്ടായ ചരിത്രപരമായ കാരണങ്ങൾ നാം മനസ്സിലാക്കണം. പേർഷ്യൻ മെത്രാന്മാർ ഇവിടെ വന്നപ്പോൾ വേഷഭൂഷാദികളൊന്നുമില്ലാതിരുന്ന കേരള ബിഷപ്പിനെ അവർ ആർച്ച് ഡീക്കനായി തരം താഴ്ത്തി. അതായിരുന്നു അന്നത്തെ സഭാരാഷ്ട്രീയം. ഇന്നത്തെ പെന്തക്കോസ്റ്റ് സഭക്കാരെ സമുദായ സഭക്കാർ പുച്ഛഭാവത്തോടെ അവഗണിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നതുപോലെ തന്നെ സത്യസുവിശേഷത്തോടുള്ള വെറുപ്പും അഞ്ചതയുമായിരുന്നു പ്രധാന കാരണം. ജാതിക്കു കർത്തവ്യൻ പദവി വിദേശികളാൽ തരം താഴ്ത്തപ്പെട്ടതോടെ കേരളത്തിലെ പുരാതന ക്രിസ്തീയ സംസ്കാരം നഷ്ടമായി. പേർഷ്യൻ മെത്രാന്മാരുടെ വരവോടെ അവർ കേരളത്തിലെ സ്വദേശീയ മെത്രാനായിരുന്ന കേരളത്തിലെ ജാതിക്കു കർത്തവ്യനെ തരം താഴ്ത്തി ആർച്ച് ഡീക്കൻ അഥവാ ആർച്ച് ഡീക്കനാക്കി. പേർഷ്യൻ സഭയുടെ അധികാരഘടനയിലെ താഴെപ്പടിയായ ആർച്ച് ഡീക്കണിലേക്കുള്ള ഈ തരം താഴ്ത്തൽ പേർഷ്യൻ കൽദായ സഭയുടെ മത കൊളോണിയലിസത്തിന്റെ ഭാഗമായി ലോകചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ആത്മീയവും ദൈവശാസ്ത്രപരവുമായ അട്ടിമറിയും ദുരന്തവുമാണ്. കേരളീയവും ഹൈന്ദവകാശനായ ചിന്താധാരകളുമായി ഇഴുകിച്ചേർന്നു വളർന്ന കേരളത്തിലെ നസ്രാണി മതത്തിന്റെ ആത്മീയ നേതൃത്വം നൂറ്റാണ്ടുകളോളം പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാന്മാർ കൈവശമാക്കിയിരുന്നു. അങ്ങനെ മതാനുഷ്ഠാനങ്ങളുടെ കാർമ്മികാവകാശമെല്ലാം പേർഷ്യൻ മെത്രാന്മാരും അവരുടെ ആജ്ഞാനുവർത്തികളും തട്ടിയെടുത്തു. അധികാരവും സാമ്പത്തിക നേട്ടവുമായിരുന്നു അവരുടെ ലക്ഷ്യം. മന്ത്രതന്ത്ര ആചാരാനുഷ്ഠാനങ്ങളിൽ അഗ്രഗണ്യനായ താന്ത്രികരെപ്പോലെ ആത്മീയ വിദ്യയിൽ അതിവിദഗ്ധന്മാരായി അഭിനയിക്കുകയായിരുന്നു വിദേശമെത്രാന്മാർ. നാട്ടുകാരെ സ്നാനപ്പെടുത്താനും കത്തനാരാക്കാനും വിദേശമെത്രാനുവേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കണമായിരുന്നു. നാട്ടുകാർക്ക് അതിനുള്ള അധികാരമില്ല എന്നു പറഞ്ഞ നാട്ടുകാരെ അവർ മയക്കിക്കളഞ്ഞു. പേർഷ്യൻ മെത്രാന്മാർ അവരുടെ വിശുദ്ധ ഭാഷയായ സുറിയാനിയിൽ നടത്തിയ ആരാധനയുടെ പ്രാർത്ഥനകളുടെയും അർത്ഥമൊന്നും നസ്രാണികൾക്കും അവരുടെ ഭൂരിഭാഗം കത്തനാർമാർക്കും നൂറ്റാണ്ടുകളോളം മനസ്സിലായിട്ടില്ല. അവയെല്ലാം വെറും മന്ത്രോച്ചാരണങ്ങൾ പോലെ മാത്രമായിരുന്നു ജനത്തിന്.
അങ്ങനെ കേരള സഭ ആത്മീയമായി വളരുന്നതിൽ പരാജയപ്പെടുകയും വിദേശ അടിമത്തത്തിൽ അകപ്പെട്ടു പോകുകയും ചെയ്തു. ആരംഭകാലത്ത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെയെല്ലാം ആത്മീയ നേതാവും മെത്രാനും രാജകുമാര എന്നറിയപ്പെട്ടിരുന്ന ജാതിക്കു കർത്തവ്യൻ പിന്നീട് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ക്രമേണ ഇന്ത്യ മുഴുവന്റെയും മാത്രം മക്കർ ഡ്യൂക്കിനും പിന്നീട് കേരളത്തിന്റെ മാത്രം മക്കർ ഡ്യൂക്കിനും എന്നൊക്കെ കുഞ്ഞായി വന്നു. ഉദയംപേരൂർ സൂനദ്ദോസ് നടക്കുന്ന കാലത്ത് അദ്ദേഹം കുരിശിന്റെ ഗീവർഗ്യൻ എന്ന പേരിൽ മാത്രം അറിയപ്പെട്ട അക്കർ ഡ്യൂക്കനായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന് പേർഷ്യൻ മെത്രാന്മാരുടെ വരവ് നിരോധിക്കുന്നതുവരെ ഏകദേശം 12 നൂറ്റാണ്ടുകളോളം കേരളത്തിലെ ക്രിസ്ത്യാനികൾ പേർഷ്യൻ സഭയുടെ ആത്മീയ നേതൃത്വത്തിലായിരുന്നു. അത് ആത്മീയ അടിമത്തമായിരുന്നു എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവ് ഈ 12 നൂറ്റാണ്ട് കാലഘട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും കേരളത്തിലെ ഏതെങ്കിലും ഒരു കത്തനാരെയോ ജാതിക്കു കർത്തവ്യനെയോ മെത്താനാക്കിയ ചരിത്രമില്ല. കാരണം കേരളത്തിലുള്ള കത്തനാരെ മെത്രാനാക്കുകയല്ല, മറിച്ച് കേരളത്തിലുള്ള മെത്രാനെ കത്തനാർക്കും താഴെ ഡീക്കനാക്കി തരംതാഴ്ത്തുക എന്നതായിരുന്നു പേർഷ്യൻ നയം. അങ്ങനെ ക്രമേണ കേരളക്കാർ ആത്മീയ അടിമത്തത്തിന്റെ അത്യഗാധത്തിൽ വീണ് വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പലിനെപ്പോലെ പേർഷ്യൻ മെത്രാനുവേണ്ടിയും കൈവപ്പിനുവേണ്ടിയും വിദേശത്തേക്ക് നോക്കിയിരുന്നു. കാരണം അവർ സ്വദേശത്ത് എല്ലാമുള്ളവരായിരുന്നെങ്കിലും ഒന്നുമില്ലാത്തവരാണ് എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് അവർ അപ്രകാരം തന്നെയായിപ്പോയി. അവരിൽ തോമാ അപ്പോസ്തോലനാൽ വിതയ്ക്കപ്പെട്ട വചനവിത്ത് വിദേശത്തുനിന്ന് പറന്നുവന്ന കഴുകന്മാർ കൊത്തിക്കൊണ്ടുപോയി. ഇന്നും ദൈവവചനത്തിന്റെ പ്രകാശം ജ്വലിക്കാനാവാത്ത വിധം പട്ടത്വബന്ധനത്തിലാണ് പാശ്ചാത്യ പൗരസ്ത്യ ആത്മീയ കൊളോണിയലിസത്തിന്റെ അടിമത്തം ആസ്വദിക്കുന്ന കേരള സഭയിൽ ഭൂരിഭാഗവും. പ്രത്യേകിച്ച് വൈദേശിക പക്ഷത്ത് ചേർന്ന കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗക്കാർ ദൈവവചനത്തെ ഉപേക്ഷിച്ച് മാനുഷിക പാരമ്പര്യങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കും അടിമകളായി അധപ്പതിച്ചുപോയി. അങ്ങനെ റോമസഭയുടെ ഉദയംപേരൂർ സൂനദ്ദോസിനും പോർച്ചുഗീസ് റോമാ ഭരണത്തിനും മുമ്പ് മാർത്തോമ്മായുടെ കേരളസഭ പേർഷ്യൻ സഭയുടെ അടിമത്തത്തിന് കീഴായിരുന്നു. അങ്ങനെ ആദ്യമായി കേരളസഭ പേർഷ്യൻ അടിമത്തത്തിന് കീഴായി തീർന്നു. പേർഷ്യൻ സഭ കേരളത്തിൽ പ്രബലമായതിനു ശേഷം കേരളത്തിന് ബിഷപ്പന്മാരെ ലഭിച്ചിരുന്നത് ഈ സഭയിൽ നിന്നായിരുന്നു. ഈ ബിഷപ്പന്മാരായിരുന്നു കേരളത്തിലെ സഭയ്ക്ക് വൈദികരെ അഭിഷേചിച്ചിരുന്നത്. മാർത്തോമാ ശ്ലീഹ നമ്മുടെ പൂർവികരെ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ലളിതമായ രക്ഷാകര സന്ദേശത്തെ സാമ്രാജ്യോചിതമായ ഭരണസമ്പ്രദായത്തിന് കീഴിൽ ആദ്യമായി കൊണ്ടുവന്നത് പേർഷ്യൻ സഭയാണ്. ഉദയംപേരൂർ സൂനദ്ദോസിനു മുമ്പ് പേർഷ്യൻ സഭ കേരള സഭയുടെ മേൽ കെട്ടിവെച്ച വൈദികാധിപത്യ അടിമത്വം മൂലം സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ സ്വഭാവത്തിലെ ഏറ്റവും സ്ഥായിയായ അടിമത്വ പ്രവണത പാശ്ചാത്യ മെത്രാന്മാരുമായുള്ള ബന്ധത്തിനു വേണ്ടിയുണ്ടായ നിരന്തര അന്വേഷണമായിരുന്നു. പട്ടം കൊടുക്കാനും നാട്ടുകാരുടെ ആത്മീയോർജ്ജം പുനഃസ്ഥാപിക്കാനുമുള്ള അധികാരം അവർക്ക് മാത്രമായിരുന്നു. അപ്പോസ്റ്റോലിക അധികാരങ്ങൾ പേർഷ്യയിൽ നിന്ന് വന്ന ബിഷപ്പുമാർക്കും സ്ഥലത്തെ ഭരണച്ചുമതല നാട്ടുകാർക്കുമായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് പശ്ചിമേഷ്യക്കാരനെന്ന് തോന്നിക്കുന്ന തങ്ങളുടെ ഭാഷയായ മലയാളം അറിഞ്ഞുകൂടാത്ത വിചിത്ര വേഷങ്ങളുള്ള ഒരു ബിഷപ്പിനെയായിരുന്നു. അത്തരത്തിലൊരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിശ്വാസത്തെക്കുറിച്ചോ നിജസ്ഥിതിയെക്കുറിച്ചോ അന്വേഷിക്കാൻ അവർ തൽപരരായിരുന്നില്ല. ഈ കാലത്ത് വൈദിക ആവശ്യങ്ങൾക്ക് സഭ പേർഷ്യയിൽ നിന്നുമുള്ള ബിഷപ്പുമാരുമായി ബന്ധപ്പെട്ടിരുന്നു. സഭ ബന്ധപ്പെട്ടിരുന്നത് നെസ്തോറിയൻ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ബാബിലോണിയൻ പാത്രിയാർക്കിസിൽ നിന്ന് സ്വതന്ത്രമായി പാരമ്പര്യവിശ്വാസം പുറത്തിരുന്ന പൗരസ്ത്യ കാതോലിക്കിനോടാണെന്ന് സ്ഥാപിക്കുവാൻ ഇന്ന് ചില പരിശ്രമങ്ങൾ നടന്നുവരുന്നു. ഏതായിരുന്നാലും കേരളത്തിലെയും പേർഷ്യയിലെയും ക്രിസ്ത്യാനികൾ തമ്മിൽ പൗരോഹിത്യ ബന്ധമുണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. നെസ്തോറിയൻ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ബാബിലോണിയൻ പാത്രിയാർക്കീസിന്റെ കീഴിൽ നിന്നാണ് കേരളത്തിൽ മെത്രാന്മാർ വന്നുകൊണ്ടിരുന്നത് എന്ന് വിശ്വസിക്കുന്നതിനാണ് കൂടുതൽ തെളിവ്. മലങ്കര സഭയ്ക്ക് 12 ശതകം നീണ്ടുനിന്ന ബാബിലോണിയൻ ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നവാറ് തൃശ്ശൂരിലും പരിസരങ്ങളിലുമായി ഒരു നെസ്റ്റോറിയൻ സഭ ഇന്നും നിലനിൽക്കുന്നു. ഈ സഭയിലെ അംഗങ്ങൾ ഇന്ത്യയിലെ പ്രാചീന ബാബിലോണിയൻ പാരമ്പര്യത്തിന്റെ ശരിയായ പിന്തുടർച്ചക്കാരാണെന്ന് അവകാശപ്പെടുന്നു. ഏതായാലും വിദേശ സഭക്കാർ കേരള സഭയ്ക്ക് അപ്പോസ്തലിക പാരമ്പര്യവും കൈവപ്പും അഭിഷേകവും പട്ടത്വവുമില്ല എന്ന നുണ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളിൽ അടിച്ചേൽപ്പിച്ച് അവരെ ഒതുക്കി. റോമാ മോഡൽ രാജകീയ മെത്രാന്റെ വേഷഭൂഷാദികളും സിംഹാസനവും ഇല്ലാതിരുന്ന് കേരള മെത്രാനെ അവർ ആർച്ച് ഡീക്കനായി തരംതാഴ്ത്തി. തങ്ങൾക്ക് അപ്പോസ്തലികത്വമില്ല, അത് വിദേശത്തേയുള്ളൂ എന്ന തെറ്റിദ്ധാരണയുടെയും ഇല്ലായ്മബോധത്തിന്റെയും അടിമനുഖം കേരളസഭ ചുമന്നു. ക്രമേണ അവരിൽ അപ്പോസ്തലിക പാരമ്പര്യവും പട്ടത്വവും സംബന്ധിച്ച അപകർഷതാബോധവും ഇല്ലായ്മ ചിന്തയും വളർത്തി. അതിനായി അപ്പോസ്തലിക പാരമ്പര്യ നഷ്ടത്തിന്റെ കെട്ടുകഥകൾ കുത്തിവെച്ച് അവരെ അടിമത്തത്തിലാക്കി. റോമാവൽക്കരിക്കപ്പെട്ട കുടിയേറ്റക്കാരും പേർഷ്യൻ സഭയും ചേർന്ന് കേരളസഭയെയും യേശുവിനെയും ഒതുക്കി. റോമാ മോഡൽ രാജകീയ മെത്രാന്റെ വേഷഭൂഷാദികൾ ഇല്ലാതിരുന്ന കേരള മെത്രാനെ അവർ ആർച്ച് ഡീക്കനായി തരംതാഴ്ത്തി. 4-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ വിവിധ കാലഘട്ടങ്ങളിൽ പേർഷ്യൻ ക്രിസ്ത്യാനികൾ കേരളത്തിൽ കുടിയേറിപ്പാർത്തു. പൂർണ്ണമായും റോമാവൽക്കരിച്ചതും കേന്ദ്രീകൃതവുമായ സഭാഘടനാ സമ്പ്രദായം പരിചയിച്ചു പോന്നവരായിരുന്നു ഈ കുടിയേറ്റക്കാർ.
രാജകീയ മെത്രാൻ സ്ഥാനവും വേഷഭൂഷാദികളുമാണ് സഭാതലവനുണ്ടായിരിക്കേണ്ടതെന്നുള്ള തെറ്റായ മുൻവിധി ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ സഭാശുശ്രൂഷകരായ കത്തനാരന്മാർക്കും ജാതിക്കു കർത്തവ്യനും ഈ വേഷഭൂഷാദികളൊന്നും ഉണ്ടായിരുന്നില്ല. കേരളീയ സമ്പ്രദായത്തിലുള്ള വസ്ത്രധാരണമായിരിക്കണം അവർക്കുണ്ടായിരുന്നത്. എന്നാൽ സഭാതലവനായ മെത്രാൻ സ്ഥാനി പ്രത്യേക രാജകീയ വസ്ത്രങ്ങൾ ധരിച്ചവരായിരിക്കണം എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടിയാണ് പേഷക്കാർ കേരള ക്രിസ്തവരെ സമീപിച്ചത്. ജാതിക്കു കർത്തവ്യന് ഈ വേഷഭൂഷാദികളൊന്നും ഉണ്ടായിരുന്നില്ല. തന്മൂലം അദ്ദേഹത്തെ തങ്ങളുടെ സഭാഘടനാ ശ്രേണിയിലെ ആർച്ച് ഡീക്കനായി മാത്രമേ അംഗീകരിക്കാൻ അവർ തയ്യാറായുള്ളൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയപ്പോൾ സ്വതന്ത്രരായിരുന്ന നാട്ടുരാജാക്കന്മാരെ ചക്രവർത്തിയുടെ അധീശത്വത്തിൻ കീഴിൽ കൊണ്ടുവന്നതുപോലെ പേഷൻ സഭ കേരളത്തിലെ സ്വതന്ത്ര മാർത്തോമാ സഭയെ മെത്രാനാധിപത്യത്തിന്റെ കീഴിൽ അമർത്തുകയും ജാതിക്കു കർത്തവ്യനെ കേവലം ആർച്ച് ഡീക്കനായി തരംതാഴ്ത്തുകയും ചെയ്തു. റോമൻ സഭാഘടനയും ആചാരാനുഷ്ഠാനങ്ങളും സ്വീകരിച്ചിരുന്ന പേഷൻ സഭ ആ ആചാരാനുഷ്ഠാനങ്ങൾ തങ്ങൾക്കുള്ള പ്രത്യേകാവകാശമായി വകതിരിച്ചുവെച്ച് കേരള സഭയെ അധികാരപരമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു. പുരോഹിത അഭിഷേകം, പള്ളിക്കൂദാശ, എന്തിന് മാമ്മോദിസ പോലും നൽകാനുള്ള അധികാരം തങ്ങൾക്ക് മാത്രമാണെന്ന് അവർ ശഠിച്ചു. കേരളസഭയെ തങ്ങളുടെ കാൽക്കീഴിൽ നിർത്താനാണ് പേർഷ്യക്കാർ പരിശ്രമിച്ചത്. ഇവക അധികാരങ്ങൾ സ്വായത്തമാക്കി വെച്ചുകൊണ്ട് പേർഷ്യക്കാർ കേരളസഭയെ നൂറ്റാണ്ടുകളോളം സാമ്പത്തികമായും ആത്മീയമായും ചൂഷണം ചെയ്തു പോന്നു. ഭാരതസഭയ്ക്ക് മാർത്തോമസ്ലീഹായിലൂടെയുള്ള തനതായ അപ്പോസ്തലിക പാരമ്പര്യമുണ്ട്. എന്നാൽ ഭാരതസഭയ്ക്ക് അപ്പോസ്തലിക പാരമ്പര്യവും മെത്രാനുമില്ല എന്ന ചിന്തയും അതിലൂടെ വിദേശീയ അപ്പോസ്തലിക പാരമ്പര്യത്തെയും മെത്രാന്മാരെയും നാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതും ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ അട്ടിമറിയാണ്. ഭാരതസഭയ്ക്ക് അപ്പോസ്തലിക പാരമ്പര്യവും മെത്രാനുമില്ല എന്ന പാരമ്പര്യനഷ്ടത്തിന്റെ കെട്ടുകഥയാണ് ഭാരതത്തിലെ തനതായ മാർത്തോമാ സഭയെ തകർക്കാൻ വേണ്ടി പേർഷ്യ റോമാ സഭകൾ സത്യവിരുദ്ധമായി നിർമ്മിച്ച് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഡ്യൂപ്ലിക്കേറ്റ് ചരക്ക്. ജാതിക്കു കർത്തവ്യൻ കേവലം ആർച്ചുഡീക്കനാണെന്നുള്ള പേർഷ്യക്കാരുടെയും പിന്നീട് വന്ന പോർച്ചുഗീസുകാരുടെയും വാദം ഒരിക്കലും നിലനിൽക്കത്തക്കതല്ല. കാരണം മാർത്തോമസ്ലീഹ താൻ സ്ഥാപിച്ച ഭാരതസഭയുടെ കാര്യകർത്തൃത്വം ഒരു ആർച്ചുഡീക്കനെ മാത്രമാണ് ഏൽപ്പിച്ചതെന്ന് വിശ്വസിക്കാൻ വിഷമമുണ്ട്. അദ്ദായിയും മാറിയും സ്ഥാപിച്ച പേർഷ്യൻ സഭയിൽ പോലും അപ്പോസ്തലിക പാരമ്പര്യം തുടർച്ചയായി ലഭ്യമായിരുന്നു എന്ന് വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായും ഭാരതന് തനതായ അപ്പോസ്തലിക പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്നതിൽ തെറ്റില്ല. ആ അപ്പോസ്തലിക പാരമ്പര്യം നിലനിന്നു പോന്നത് ജാതിക്കു കർത്തവ്യനിലൂടെയായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ തെളിയിക്കുന്നത്. നമ്മുടെ അപ്പോസ്തലിക പാരമ്പര്യം പേർഷ്യക്കാരിലൂടെയല്ല നാം നിലനിർത്തിപ്പോന്നത്. പ്രത്യുത ആ പാരമ്പര്യം നമ്മുടെ സഭയ്ക്ക് ജന്മസിദ്ധമാണ്. ജാതിക്കു കർത്തവ്യനെ സഭാകൂട്ടായ്മ തെരഞ്ഞെടുക്കുകയായിരുന്നു പതിവ്. ഇതായിരുന്നു യഥാർത്ഥ പെന്തക്കോസ്ത് മോഡൽ. ഇതാണ് ബൈബിൾ പാരമ്പര്യം. പക്ഷേ അതിനെ ഇവിടെ വന്ന വിദേശികൾ അട്ടിമറിച്ചു. ജാതിക്കു കർത്തവ്യനെ നൂറ്റാണ്ടുകളായി നഷ്ടമായ മെത്രാൻ ബോധം അല്പമായെങ്കിലും കേരളസഭയിൽ ഉണർന്നത് ഉദയംപേരൂർ കൂനൻകുരിശു വിപ്ലവങ്ങൾക്കു ശേഷമാണ്. എങ്കിലും ചരിത്രപരമായി നൂറ്റാണ്ടുകളായി റോമാ പേർഷ്യ അന്ത്യോഖ്യ സ്വാധീനത്തിലൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ട ആ ഇല്ലായ്മ ബോധത്തിന്റെ അടിമത്വം ഇന്നും എപ്പിസ്കോപ്പൽ സഭകളിൽ നിലനിൽക്കുന്നു. പെന്തക്കോസ്ത് സഭകൾക്ക് കുറെയൊക്കെ വിടുതൽ ലഭിച്ചിട്ടുണ്ട്. ജാതിക്കു കർത്തവ്യനായ ഒന്നാം മാർത്തോമായുടെ കൈവപ്പ് ഇന്നത്തെ കത്തോലിക്ക പോപ്പിന് നൽകുന്നതുപോലെ തന്നെ സഹശുശ്രൂഷകളിൽ നിന്നായിരുന്നു. പക്ഷേ അവരുടെ മേൽ നൂറ്റാണ്ടുകളായി അടിച്ചേൽപ്പിക്കപ്പെട്ട തങ്ങൾക്ക് അപ്പോസ്തലികത്വമില്ല, അത് വിദേശത്തെയുള്ളൂ എന്ന തെറ്റിദ്ധാരണയുടെയും ഇല്ലായ്മബോധത്തിന്റെയും അടിമനുകം തകർക്കാൻ ഇന്നേവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഇല്ലായ്മബോധത്തിന്റെ അടിമത്വം അവരുടെ അവബോധ മനസ്സിൽ അവരെ തള്ളിച്ചിട്ടിരുന്നു. ആ പട്ടത്വബന്ധം പൊട്ടിക്കാൻ ഇന്നും കത്തോലിക്ക ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ ആദിയായ സഭകൾക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 500 വർഷത്തെ കേരളസഭാ ചരിത്രം ആ ബന്ധനത്തിന്റെ അടിമത്വത്തിൽ അകപ്പെട്ട് കേരളസഭ ഞെരിഞ്ഞമർന്നതിന്റെ ചരിത്രമാണ്. 1553 ജാനുവരി 3-ാം തീയതി പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കേരള ക്രിസ്തവർ നടത്തിയ ചരിത്രപ്രധാനമായ മട്ടാഞ്ചേരി കൂനൻകുരിശു വിപ്ലവത്തിനു ശേഷം ആ വർഷം മെയ് 22-ാം തീയതി അന്നത്തെ ജാതിക്കു കർത്തവ്യനായിരുന്ന തോവസിനെ കേരളസഭയുടെ തലവനായ മെത്രാനായി കേരളസഭായോഗം തെരഞ്ഞെടുത്തു. 12 കത്തനാരന്മാർ സഭായോഗത്തിന്റെ അനുവാദത്തോടെ ജാതിക്കു കർത്തവ്യനെ അഭിഷേചിക്കുന്നത് നിയമാനുസൃതമല്ല എന്ന തെറ്റിദ്ധാരണയുണ്ടായതുകൊണ്ടാണ് പിന്നീട് ജെറുസലേമിൽ നിന്നും മാർ ഗ്രിഗോറിയോസിനെ കേരളത്തിൽ കൊണ്ടുവന്നതും ജാതിക്കു കർത്തവ്യനെ മെത്രാനോപോലിത്തയായി അഭിഷേചിച്ചതും. ഇത് തങ്ങൾക്ക് അപ്പോസ്തലികത്വമില്ല, അത് വിദേശത്തെയുള്ളൂ എന്ന തെറ്റിദ്ധാരണയുടെയും ഇല്ലായ്മബോധത്തിന്റെയും അടിമനുകം അവർ ചുമന്നതുകൊണ്ടാണ്. ജാതിക്കു കർത്തവ്യനിലൂടെയാണ് മാർത്തോമായുടെ അപ്പോസ്തലിക പാരമ്പര്യം നിലനിന്നു പോന്നത്. പേർഷ്യക്കാർ ജാതിക്കു കർത്തവ്യനെ ആർച്ച് ഡീക്കൻ എന്ന് വിളിച്ചതുകൊണ്ട് അദ്ദേഹം ആർച്ച് ഡീക്കനാവുകയില്ല. കൂനൻകുരിശു സത്യത്തോടെ കേരള ക്രിസ്തവരുടെ മേൽ ചരിത്രം കിട്ടിയേൽപ്പിച്ച 2 ആധിപത്യങ്ങളെയാണ് നാം നിരാകരിച്ചത്. അതായത് പേർഷ്യൻ ആധിപത്യത്തെയും പോർച്ചുഗീസ് ആധിപത്യത്തെയും.
കാർമേഘം മാറുമ്പോൾ സൂര്യൻ കൂടുതൽ പ്രകാശിതമാകുന്നതുപോലെ കൂനൻകുരിശ് സത്യത്തിനു ശേഷം ജാതിക്കു കർത്തവ്യൻ അതിപുരാതനമായ അപ്പോസ്തലിക ക്രിസ്ത്യാനി പാരമ്പര്യത്തിന് അനുയോജ്യമാകും വിധം സഭാഭരണം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തത്. അതിന് സഭയുടെ അംഗീകാരമെന്ന നിലയിലാണ് 12 കത്തനാരന്മാർ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചത്. എന്നാൽ മാർത്തോമ ക്രിസ്ത്യാനികളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന അപ്പോസ്തലിക പാരമ്പര്യ നഷ്ടത്തിന്റെ കെട്ടുകഥകളിൽ നിന്നും അക്കാലത്തും ഇന്നും ജനങ്ങൾ രക്ഷപ്പെട്ടിരുന്നില്ല. മെത്രാനെ വാഴിക്കണമെങ്കിൽ അതിനുള്ള സാധന സാമഗ്രികൾ വിദേശത്തു മാത്രമേ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിമകളായിരുന്നു അവർ. ഇതിന്റെ ഫലമായിട്ടാണ് 1665-ൽ ജെറുസലേം പാത്രിയാർക്കീസായ മാർ ഗ്രിഗോറിയോസിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും വീണ്ടും ഒന്നാം മാർത്തോമായെ വിദേശിന്റെ കീഴിൽ വാഴിച്ചതും. യഥാർത്ഥത്തിൽ ഒന്നാം മാർത്തോമായ്ക്ക് അപ്പോസ്തലിക പാരമ്പര്യം ഭാരതത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന് സംശയമില്ല. അപ്പോസ്തലിക പാരമ്പര്യമല്ല, വിശ്വാസത്തിലുള്ള ഉറപ്പും ധൈര്യവുമാണ് അവർക്ക് നഷ്ടമായത്. യാന്ത്രികമായ പാരമ്പര്യമല്ല, ഉപദേശശുദ്ധിയും പരിശുദ്ധാത്മ സാന്നിധ്യവുമാണ് പ്രധാനമെന്ന് ഇന്നും ഇക്കൂട്ടർക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. ഇത്തരം ഇല്ലായ്മബോധത്തിന് ബൈബിളിൽ അടിസ്ഥാനമോ ന്യായീകരണമോ ഇല്ല. ശുശ്രൂഷകരെ നിയോഗിച്ച് അഭിഷേകം ചെയ്യാനുള്ള പരിശുദ്ധാത്മാവരം വിശ്വാസികളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഒരു പ്രാദേശിക സഭ മറ്റൊരു പ്രാദേശിക സഭയുടെയോ സ്ഥാനീയുടെയോ ഭരണത്തിന് കീഴിലായിരിക്കണമെന്നുള്ള ഒരു സൂചന പോലും പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്നില്ല. ഒന്നാമത്തെ മാർപ്പാപ്പയായ പെട്രോസ് ഇതര സഭകളിലെ മുതിർന്നവരോട് കൽപ്പിക്കുകയല്ല, ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് 1 പത്രോസ് അധ്യായം 5 1-ാം വാക്യത്തിൽ നാം കാണുന്നു. പെട്രോസ് ഇതര സഭകളുടെ മേൽ അധികാരം ഭരിക്കുകയോ അധികാരമുള്ളവനായി ഭാവിക്കുകയോ ചെയ്യുന്നില്ല. ഇതിൽ നിന്നെല്ലാം ആദിസഭയിൽ അധികാരപരമായൊരു ഹയറാർക്കിയും മേൽവിചാരകരെ നിയമിക്കുന്നതിനുള്ളൊരു അധികാര കേന്ദ്രവും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. ആദിസഭയിൽ പല മഹാന്മാരായ മെത്രാന്മാരെയും വിശ്വാസികൾ തന്നെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. ആദിസഭ ദൈവശാസ്ത്രമനുസരിച്ച് പരിശുദ്ധാത്മാവരം സഭയിൽ വിശ്വാസികളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. പരിശുദ്ധാത്മാവരം വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നിക്ഷിപ്തമാണെന്നായിരുന്നു ആദിസഭയിലെ വിശ്വാസം. തങ്ങളുടെ ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവരത്തിൽ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം സഭാ കൂട്ടായ്മയിൽ നിക്ഷിപ്തമായിരുന്നു. ഈ വ്യവസ്ഥിതിക്ക് മാറ്റം സംഭവിച്ചത് 5-ാം നൂറ്റാണ്ടോടുകൂടി റോമൻ ചക്രവർത്തിമാർ സഭാസംരക്ഷകരായി മാറിയതോടുകൂടിയാണ്. 8-ാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പ പേപ്പിൾ സ്റ്റേറ്റിന്റെ തലവനായതോടുകൂടി ഇറ്റലിയിലെ പ്രാദേശിക സഭാ ഭരണം മാർപ്പാപ്പയുടെ കീഴിലായിത്തീർന്നത്. ചാർലിമേൻ ചക്രവർത്തിയുടെ കാലത്ത് മെത്രാന്മാരെ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം രാജാക്കന്മാർ കൈയടക്കി. മധ്യയുഗ യുദ്ധത്തിൽ മെത്രാന്മാരെ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം സംബന്ധിച്ച് മാർപ്പാപ്പയും രാജാക്കന്മാരും തമ്മിൽ വടംവലി ആരംഭിച്ചു. ഈ വടംവലിയിൽ മാർപ്പാപ്പ അന്തിമ വിജയം നേടിയതിൽ മെത്രാന്മാരെ നിയമിക്കുവാനുള്ള അധികാരം രാജാക്കന്മാരിൽ നിന്ന് മാർപ്പാപ്പ പിടിച്ചടക്കി. ഇതിന്റെ ഫലമായി ദേവജനത്തിന് തങ്ങളുടെ ശുശ്രൂഷകനെ തെരഞ്ഞെടുക്കുവാൻ ആദിസഭയിലുണ്ടായിരുന്ന അവകാശം നഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യം പേർഷ്യ സഭക്കാരും പിന്നീട് റോമാ സഭക്കാരും കേരളത്തിലെ ആദിമ പെന്തക്കോസ്ത് സഭയെ തകർത്തു. ഭാരതസഭയിൽ ജാതിക്ക് കർത്തവ്യൻ മെത്രാനായിരുന്നു. ഭാരത മെത്രാൻ സംവിധാനത്തെ ആദ്യം ഒതുക്കിയത് പേർഷ്യ സഭക്കാരാണ്, പിന്നീട് റോമാ സഭക്കാരും. അവരുടെ നോട്ടം രാഷ്ട്രീയ സാമ്പത്തിക ലാഭമായിരുന്നു. പുരോഹിതരെ വാഴിക്കുന്നതിനും മാമോദീസ മുക്കുന്നതിനും പേർഷ്യയിലുള്ള കാതോലിക്കോസിനു മാത്രം നിർമ്മിക്കാവുന്ന മുറോൺ തൈലം ആവശ്യമാണെന്ന് ഇവിടുത്തെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചു. അതുപോലെ പുരോഹിതരെ വാഴിക്കാൻ മെത്രാന്മാർക്കും മെത്രാനെ വാഴിക്കാൻ കാതോലിക്കോസിനു മാത്രമേ അധികാരമുള്ളൂവെന്നുള്ള തിയോളജി ഇവിടുത്തെ വെളിവില്ലാത്ത സാധാരണക്കാരായ വിശ്വാസികളുടെ മേൽ കെട്ടിവെച്ചു. വചനപരിജ്ഞാനമില്ലാതിരുന്നതുകൊണ്ട് അവരത് ശിരസാവഹിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഈ അധികാരത്തിനായി ഈ വിദേശ മെത്രാന്മാർ നാട്ടുരാജാക്കന്മാർക്ക് കൈക്കൂലികൾ കൊടുത്തിരുന്നുവെന്ന് മനസ്സിലാക്കാം. കൂനൻ കുരിശ് സത്യത്തിനുശേഷം പോർട്ടുഗീസ് മെത്രാനും 1-ാം മാർത്തോമായും തങ്ങളുടെ സ്ഥാനം നിലനിർത്തുന്നതിനുവേണ്ടി ഓരോ രാജാക്കന്മാർക്കും വമ്പിച്ച കൈക്കൂലി കൊടുത്തതായി രേഖകളുണ്ട്. കേരളത്തിൽ അപ്പോസ്തലിക പാരമ്പര്യം നഷ്ടപ്പെട്ടുവെന്ന് ഉറാഹായിലെ മെത്രാന് സ്വപ്നമുണ്ടായെന്നുള്ള കെട്ടുകഥകളും കള്ളദർശനങ്ങളും നുണകളും പ്രചരിപ്പിച്ച് കേരളസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. യേശുവിന്റെ 12 അപ്പസ്തലന്മാരിൽ ഒരുവനായി മാർത്തോമാ ശ്ലീഹ നേരിട്ട് സ്ഥാപിച്ച ഭാരതസഭയുടെ അപ്പസ്തോലിക പിന്തുടർച്ച നഷ്ടപ്പെട്ടെന്നും യേശുവിന്റെ 70 ശിഷ്യന്മാരിൽ ഒരാളായ അദ്ദായിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ മാറിയും സ്ഥാപിച്ച പേർഷ്യ സഭയ്ക്ക് മാത്രമേ അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ളൂ എന്നും കേരളത്തിൽ അപ്പസ്തോലിക പാരമ്പര്യം നഷ്ടപ്പെട്ടുവെന്ന് ഉറാഹായിലെ മെത്രാന് സ്വപ്നമുണ്ടായെന്നുമുള്ള കെട്ടുകഥകളിലൂടെ കേരളത്തിൽ പേർഷ്യൻ സഭയുടെ ആത്മീയ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടു. ഭാരതസഭാസ്ഥാപകൻ മാർത്തോമാ ശ്ലീഹായാണ്. പേർഷ്യൻ സഭയുടെ സ്ഥാപകൻ അദ്ദായിയോ അദ്ദേഹം